ഉമ്മ ഉമ്മ എന്റെ പെണ്ണൊന്നും കാണുന്നില്ല ഉമ്മ. നിന്റെ പെണ്ണെ നടന്നു വന്ന നേരത്തെ ഞാൻ കണ്ടു. പെണ്ണ് പോയി തപ്പടി. ആ അമ്മ ഞാൻ തപ്പ. ഇതെന്താ വായിക്കുന്നത്? നേഴ്സറി കുട്ടികളെ കൂടോ നോക്കട്ടെന്ന്. അയ്യയ്യേ, വായിക്കുന്നതോ തലതിരിച്ചാണല്ലോ ഉമ്മ. ഉമ്മ ഇത് കൊറേ വർഷമൊന്നല്ല, നമ്മൾ അപ്പുറത്തെ ശ്വേതേച്ചിന്റെ അനിയത്തിയുടെ മോളുടേതാണിത്. അവിടെ കത്തിച്ചിടാൻ വെച്ചതാ. പണ്ട് ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ടാ. അയ്യോ ഈ ഉമ്മനെ കൊണ്ട് ഞാൻ തോറ്റു. മൂസക്കായനോട് കൊറേ ദിവസമായി ഇതാ ഒരു ടൂറ് പോകാൻ പറയുന്നു. അതും സമ്മതിക്കില്ല മൂസക്കായൻ. അപ്പുറത്തെ ലക്ഷ്മിയൊക്കെ 1000 ടൂറ് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കഥീസും വയസ്സായിട്ടും അവരെ മക്കള് കൊണ്ടുപോകും. ഈ ലോകം എനിക്കില്ലേ. അയ്യോ സമയം എത്ര മണി? എന്താ ഉമ്മ എന്താ ഉമ്മ? വയസ്സാം കാലത്ത് ഒരു പ്രാന്താണോ ഉമ്മക്ക്? ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ടമ്മ. ഉപ്പ പുതിയൊരു കാറ് വാങ്ങുന്നു. കാറ് കിട്ടണ തന്നെ നമ്മളെ ഭാഗ്യമ്മ. അതിനു വേണ്ടി പ്രാർത്ഥിക്കും. ഉമ്മ ഞാൻ തട്ടയിടാത്തതല്ല, അതൊന്നും അവിടെ അയിഞ്ഞു പോയതാണേ. എനിക്ക് വയസ്സും കാലം ഉമ്മ അത് വെറുതെ പറഞ്ഞതാ. അതുകൊണ്ട് ഇനി പ്രശ്നം ഉണ്ടാക്കി പിണങ്ങിയൊന്നും പോവല്ലേ അമ്മ? എനിക്ക് എന്തായാലും മൈസൂർക്ക് പോകണടി. എനിക്കറിയാം ഇങ്ങക്ക് എന്തിനാണ് മൈസൂർക്ക് പോണ്ടേന്ന്. നല്ലോണം എനിക്കറിയാം. അപ്പുറത്തെ വീട്ടിലെ ലക്ഷ്മി അടുത്ത് പറഞ്ഞിട്ടല്ലേ മൈസൂറും ബാംഗ്ലൂരും പോണെന്ന് അല്ലേ? എനിക്ക് മൈസൂറും ബംബ്ലബ്ലെന്ന് പറഞ്ഞിട്ട് കളിക്കണ്ട. ബാംഗ്ലൂരും അവര് പറഞ്ഞിട്ടായിരിക്കും. പിന്നെ ഊട്ടിയും ഞാൻ കേട്ടിരുന്നു അവിടുന്ന്. നീ അല്ലേ അതെന്തിനാ ചെവിട് കൊടുക്കണേ? എന്തിനാ മോളെ രാത്രി 8 മണിക്ക് എന്തിനാ ചായ? ഓ സോറി. ഒരു വാക്ക് പഠിക്കാൻ കുറേ നേരം. ഇതെന്തെന്നാ എനിക്കൊന്നും തല തിരിയുന്നില്ല. 1 2 3 4 ഇതെന്താ? എനിക്കൊന്നും തല തിരിയുന്നില്ല. അമ്മ ഇന്നും ഈ വയസ്സാം കാലത്ത് ഉണ്ടാവും. വയസ്സാം കാലല്ലല്ലോ അമ്മ, നമുക്ക് ഇപ്പോഴും 29 വയസ്സായിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ പറയും എനിക്ക് വയസ്സായി. അതാദ്യം ഉമ്മ പറയാൻ പഠിക്ക്. അങ്ങനല്ല പറഞ്ഞത് ഞാൻ. വയസ്സായി എന്ന് വെച്ചാ അത് വെറുതെ ഒരു മൂഡിൽ പറഞ്ഞതാണ്. അപ്പൊ കഥീസുമ്മക്കോ? ഉമ്മക്ക് എന്തൊരു വെപ്രാളാന്നറിയോ കഥീസുമ്മനെ കുറിച്ച് പറയുമ്പോ? കയ്യുമ്മ കഥീസുമ്മ. എന്തിനാടി കഥീസുമ്മക്ക്? എന്തിനാടി ഉമ്മ ഇങ്ങക്ക് എന്താ ആദ്യം? നിങ്ങൾ ഇങ്ങനെ എന്നെ അടിച്ചു കുത്തിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ കീരിയും പാപ്പും പോലെ രണ്ടും തുടങ്ങും. അത് കേട്ട് വെക്കാൻ എനിക്കൊന്നും കഴിയില്ല. സൗന്ദര്യം വെളുപ്പിക്കുന്നു മിററിൽ നോക്കിയിട്ട്. വരാം. ഞാൻ ശ്വേത ആണെന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെന്താ നിങ്ങൾ പത്രവാർത്തയില് എന്നെ കൊടുക്കാത്തത്?
അയൽവാസികൾ എല്ലാവരും പേരും കൊടുത്തു, പക്ഷെ എന്റെ പേര് മാത്രം നിങ്ങൾ കൊടുത്തില്ല. അതെന്താന്ന് എനിക്ക് ഇപ്പൊ അറിയണം. അത് മറന്നു പോയതാ. നിർത്തിക്കല്ല. എന്റെ വീട്ടിൽ ഇറങ്ങി പോടി. എന്റെ വീട് വന്നിട്ട് ചാടി കളിക്കാം. ഇറങ്ങി പോ. എപ്പോഴും നിന്റെ പേര് പരദൂഷണം പറയുന്നുണ്ട്. പരദൂഷണം പറയുന്നുണ്ട്. ആദ്യം അത് പോയി പഠിക്ക് നിങ്ങള്. ഇപ്പൊ പറഞ്ഞ പരദൂഷണം എന്നാണ്. അത് തെറ്റിപ്പോയാണ് രണ്ടാമത്തെ. അതിന് കുറ്റാക്കല്ല. പിന്നെ ഓ കണ്ണുകളിൽ എന്താ എന്താ ഒന്നുമില്ല. കഥീസ് ഇങ്ങനെ ഇട്ടല്ലേ? അത് ഞാൻ എപ്പോഴും ഇടണ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഗൈസ്, ഇതാണ് നമ്മളെ നിന്റെ ഒരു വലോകം കൊണ്ട് നിന്റെ ഒരു വലോകം കൊണ്ടുപോയെ. വ്ളോഗല്ലേ ചീ വ്ളോഗ്. സോറി, തെറ്റി പോയതാണേ. ഇതിനെക്കാട്ടി നല്ലോണം കഥീസുമ്മ അറിയല്ലോ. നിന്റെ ഒരു ഇറങ്ങി പോയി എന്റെ വീട്ടിൽ നിന്ന്. അയ്യോ, ദിനെന്തിനാ തുള്ളുന്നേ? നിന്നെ പോലെ നാടനും തെണ്ടി നടക്കുന്ന ഞാന് ഇവിടെയല്ല. ഞാനും എന്റെ മക്കളെല്ലാം പോകും. എവിടെ? ടൂറിൽ. പിന്നെ എവിടെ 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 ചോദിക്കുന്നത്? ഇറങ്ങി പോടെ. എവിടാ പോകുന്നത് നിങ്ങള്? ടൂറ്. അയ്യോ, സ്ഥലം പറയാനാ ഞാൻ പറയുന്നത്. കോഴിക്കോട്. കോഴിക്കോട് എന്തിനാ ടൂർ വന്നേ? കോഴിക്കോടല്ലേ നിങ്ങളുള്ള? ഊട്ടിയിലും ബളൂരിലും പോകുന്നുണ്ട്. വളൂരല്ല, ബാംഗ്ലൂർ. ബാംഗ്ലൂരും പോകുന്നുണ്ട്. പിന്നെ ഇവിടെ മൈസൂറോ? മൈസൂർ തന്നെ. എന്താ ഊട്ടി ഊട്ടി. ഉമ്മ ഉമ്മ ഉമ്മ, എന്താ എവിടെ പോവാ അമ്മ? ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോണ്. ബ്യൂട്ടീഷ്യൻ പഠിക്കാനോ? അതെ. വേണ്ട വേണ്ട. ഓ, ഉപ്പ വരാന്ന് ഞങ്ങക്ക് അറിയില്ല. എന്നിട്ട് ഞങ്ങൾ ഒറ്റക്കാവും. ആ, നാളെ പോവല്ലോ ടൂറിന്.